എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ലക്ഷ്മി പ്രിയയുടെ ശകാരം. ലക്ഷ്മി പ്രിയ നീന കുറുപ്പിനെ വിളിച്ച ആ ശകാര വാക്കുകൾ ഇങ്ങനെയാണ്. നീന കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ വീണ്ടും പ്രശ്നങ്ങളാണ് ഗൈസ്. അടി എന്ന് പറഞ്ഞ അടിയോടടി വർത്താനം വന്ന പൊരിഞ്ഞ വർത്താനം. എന്തായാലും എറണാകുളത്ത് നടന്ന നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു മീറ്റപ്പ് പരിപാടിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അട്ടിപ്പിട്ടി പ്രശ്നങ്ങളൊക്കെയാണ്. അടിയും പിടിയും സംസാരം കൊണ്ടാണ് കേട്ടോ. അവിടെ മമ്മൂട്ടിയും മോഹൻലാൽ വരുമോ മമ്മൂട്ടി വരുമോ എന്നുള്ള പ്രശ്നമായിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇത് അവർ നേരത്തെ വന്നത് കൊണ്ട് അവരുടെ ഷെഡ്യൂൾ ചെയ്ത കാര്യം കുറച്ച് വ്യത്യാസമുണ്ടായി എന്ന് പറഞ്ഞുള്ള പ്രശ്നമാണ്. എന്തായാലും നമുക്ക് മുമ്പോട്ടൊന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത്. എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ട്. അപ്പൊ സംഭവം ഏകദേശം ഇങ്ങനെയാണ്. ഈ നീന കുറുപ്പിനും ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയ്ക്കും രണ്ട് രീതിയിലുള്ള എന്തോ ഒരു സ്ഥാനമായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ടിയുള്ളത്. അപ്പോ ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്മിപ്രിയയും ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സിൽ നീന കുറുപ്പുമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോടി രൂപ മുടക്കി എന്തോ ഒരു OTT പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസ മുടക്കിയത്. അപ്പൊ ആ ഒരാൾക്ക് ഈ ഒരു കാര്യം ഇപ്പം ആൾക്കാർക്ക് പുറത്തേക്ക് ഒന്നും വന്നിട്ടില്ല, എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും. പക്ഷെ നമ്മുടെ ലക്ഷ്മിപ്രിയ അവരുടെ ഗ്രൂപ്പിലായിരിക്കാം എവിടെയോ സംസാരിച്ചൊരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാല് ഒരാളോട് പറയാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി കേട്ട് നോക്കാം. ആണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്. എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത്. അപ്പോ എന്തായാലും ഈ ദിലീപുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പിരിച്ചു വിടുന്നത്. അപ്പൊ വീണ്ടും സ്ഥാനങ്ങൾ സ്ത്രീകളാണ് ഇപ്പൊ കയ്യേറിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് കൊടുത്തേക്കുന്നത്. അത് അവര് വോട്ടിംഗ് ആണോ ഏത് രീതിയിലാണോ തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പുരുഷന്മാരെ കുറച്ചൊന്നും മാറ്റി നിന്നിട്ട് സ്ത്രീകളാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പോലും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ ശബ്ദവും സന്ദേശവും ഒക്കെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എത്രമാത്രം പ്രോപ്പറായിട്ട് പോകും, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു പതനമെന്ന് പറയുന്നത് വീണ്ടും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ആ കൊച്ചിനെ കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ. അപ്പൊ ഏതോ ഒരു കുട്ടിയുടെ കാര്യം സംബന്ധിച്ച സംഭവമാണ് പറയുന്നത്. ഇത് പേഴ്സണലായിട്ട് അഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. മുമ്പോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കും ഇങ്ങനെ പറയണമായിരുന്നു എന്ന്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന്. ടോട്ടലി ഞാനും കൺഫ്യൂസ്ഡ് ആണ്. നമുക്കൊന്നുകൂടെ കേട്ട് നോക്കാം. നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. അപ്പോൾ നമ്മുടെ നീന കുറുപ്പ് വെറും പട്ടി ഷോയാണ് കാണിച്ചതെന്നാണ് ലക്ഷ്മി ചേച്ചി പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ബിഗ് ബോസിനകത്ത് ലക്ഷ്മി പ്രിയ ആ ഒരു സമയത്തുള്ള വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയാമായിരിക്കും എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല അടിപൊളി വർത്തമാനമൊക്കെയാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ സംഘടന വീണ്ടും പിരിച്ചു വിടേണ്ട അവസ്ഥ വരുവൂടെ. എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്റെ പന്ന സ്ത്രീയാണ്. പൂവും മായും കായും എല്ലാം കൂട്ടി പറഞ്ഞ് വെറും പന്ന സ്ത്രീയാണെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പൊ സംഭവം ഏകദേശം സീരിയസ് ആണ് കേട്ടോ. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്, മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം. അത് വളരെ മോശമായി പോയി. ആ പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങിയുന്ന കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ പറയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും കുറച്ച് നേരത്തെ വന്നു. ആ ഒരു സാഹചര്യമാണ് എല്ലാം കുളവാക്കിയത്. എന്തിനു നേരത്തെ വന്നു എന്നിട്ടാണ് നിങ്ങളുടെ ഐറ്റം. നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ഇവരെ അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനസൊന്ന് പൊട്ടി വീണതാണോ? ആണോ? ആരെങ്കിലും മാനത്തുനിന്ന് പൊട്ടി വീണ ആൾക്കാരുണ്ടോ? എന്താ പൊന്നോ, നിങ്ങളുടെ തലയിൽ കൂടാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പെ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങളുടെ തലയിൽ കൂടെയാണോ ഈ 504 അംഗങ്ങളും പോകുന്നത്? നീന കുറുപ്പെ
ഞാനും പറയിപ്പിക്കും. മനസ്സിലായി? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റ ഒരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെ നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ്. ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് കൊടുക്കരുത് നീന കുറുപ്പ് പറഞ്ഞത് ഭയങ്കര മോശമായി പോയിട്ടോ. ആ ഒരു സംഭവം ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ ഫുള്ള് തെളിവും കാര്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. എന്തായാലും ഉള്ളതായിരിക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ. ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഉണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങള് ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റില് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്, അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ ആരാണ്, അവരാരൊക്കെയാണ്, ഇവരാരൊക്കെയാണ്? ആരും അല്ല. നിങ്ങളെ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു? ഈ കാര്യങ്ങളിലൊക്കെ പാവം തവളയെ പിടിച്ചിരുന്നത് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. തവള പാവം എവിടെ കിടക്കുന്നു? നിങ്ങൾ വെറുതെ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പാവം തവളയെ പിടിച്ചിട്ട് എന്തിനാ ലക്ഷ്മിപ്രിയ ഇങ്ങനെ ചെയ്യുന്നേ? മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായി? എന്തായാലും മാന്യമായിട്ട് സ്ത്രീയെ എന്നൊക്കെയാണ് വിളിച്ചേക്കുന്നത്. അത് കൊള്ളാം. എന്തായാലും ഞങ്ങൾ ഇത്ര ആൾക്കാരെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിന് അത് എങ്ങനെ ശപിക്കുക കേട്ടോ. ഇനിയിപ്പോ അങ്ങോട്ട് വമ്പൻ ശാപമാണ്. ഇത് കേട്ടാൽ നമുക്ക് സഹിക്കത്തില്ല. ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ അതെന്തായാലും വളരെ മോശമായി പോയി കേട്ടോ. നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അയ്യോ മാനസിക പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിക്കുന്ന രീതി കാര്യങ്ങൾ മാറി കേട്ടോ. അത് ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്ക് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും എന്തൊക്കെയോ പ്രശ്നങ്ങള് എന്തൊക്കെയോ പുകയുന്നുണ്ട് അവിടെ. എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടിയോ ഒതുങ്ങണം. എല്ലാ ആൾക്കാരും ഒതുങ്ങണം. ഈ പറയുന്ന ആളും ഒന്ന് ഒതുങ്ങണം. വർത്താനം കുറച്ച് ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് പോകുന്നു. അല്ലെങ്കിലും ശാപമൊക്കെയാണ് എല്ലായിടത്തും കണ്ടേക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒതുങ്ങണം കേട്ടോ. ഇത് വളരെ മാന്യമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തന്നെയാ നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ചു. പാവം പിടിച്ചവൻ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ ചുമതലയെടുത്ത് ചെയ്തു. വെറുതെ ആളുടെ പേരും ഇടയ്ക്ക് വലിച്ചു കയറ്റിയിട്ടു. ഒതുക്കി ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നതെന്താ? എന്താണ് എക്സ്ട്രാ ഫിറ്റിംഗ്? പക്ഷെ എന്നാലും നമ്മൾ ശപിക്കുവാണെന്ന് പറയുന്നത് കുറച്ച് കടന്നയ്യ കേട്ടോ. കുറയ്ക്കാമായിരുന്നു. നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. പക്ഷെ നമുക്ക് സ്നേഹമാണ് കേട്ടോ. നമ്മൾ റെസ്പെക്ട് കൂടെ തിരിച്ചു കിട്ടും. പക്ഷെ കണ്ണെടുത്ത കണ്ടുകൂടാ. എന്തോ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ അവർക്കിടയിൽ വേറെ എന്തോ ഉണ്ടായെന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും മറന്നിട്ടില്ല കേട്ടോ. എല്ലാ കാര്യം ഓർമ്മയുണ്ട്. എനിക്ക് വോട്ട് തരണ്ടെന്ന് പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ട്. പിന്നെ കിട്ടിയ ഒരു അവസരം ഞാൻ പ്രയോജനപ്പെടുത്തിയേ ഉള്ളൂ. അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാൻ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നെയായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ്. ഇനിയാണ് ശരിക്കുള്ള വൈബും എനർജിയും ഒക്കെ വായിന്ന് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് ശരിക്കുള്ള വൈബും എനർജിയും വായിന്ന് വരാൻ വേണ്ടി പോവാണ്. കേട്ടിരുന്നു എല്ലാം ഒന്നിനൊന്ന് എല്ലാം മെച്ചവാ. എന്നാലും മലയാള സിനിമയിൽ അമ്മയെന്നൊരു സംഘടന ഉണ്ടാക്കി ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ചുവിട്ട് പിന്നെ അത് വീണ്ടും ഉണ്ടാക്കി. ഇപ്പൊ അതിന് വലിയ ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. വീണ്ടും ഉണ്ട് അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും. ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ.
ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമൊന്നും ഇല്ല. എനിക്ക് ഒരു വൈരാഗ്യവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, സ്നേഹം മാത്രം, ബഹുമാനം അങ്ങ് വാരിക്കോരി കൊടുക്കുക. ഇനി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ് ശരിക്കും മനസ്സിലാവും എന്താണ് പറയുന്നതെന്ന്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പറയേണ്ട കാര്യമാണോ എന്ന് ചിന്തിച്ചു പോകും നമ്മളെന്തായാലും. എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിക്കോട്ടെ, അവർക്കിടയിലെ പ്രശ്നം അവർ തീർക്കാന്നുള്ളതായിരിക്കും. പക്ഷെ ഇത് പുറത്തോട്ട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു കാര്യം റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നി. കേട്ടോ പിള്ളേച്ച? നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിന് നിന്നത്, അറിയോ നിങ്ങൾക്ക്? റോണി ചേട്ടനെ ഇന്നലെ രാത്രി 11:30 വിളിച്ച് എന്താ ഇനി എന്താ മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിന് മറുപടി പറയാൻ വേണ്ടി നീനാക്കുറിപ്പ് ഉറപ്പായിട്ടും ബാധ്യസ്ഥയാണ്. കേട്ടോ സ്ത്രീയെ? ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കേറാത്തതിന്, ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറാന്നതിന്. നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ടിരുന്നത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിന് ഇവരെ പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരെ ഇത്രയൊക്കെ ചെയ്തു? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരെ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ സ്റ്റേജിൽ കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ടെന്ന് പറയാൻ കേട്ടോ. പക്ഷെ ശപിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാത്രമാണ് ഏത് അവരങ്ങ് നശിച്ചു പോകാൻ വേണ്ടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മനസ്സുള്ള ആൾക്കാർക്ക് പറ്റിയ കാര്യമൊന്നുമല്ല. പിന്നെ ഇമോഷന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെ. ശാപവും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് കേട്ടു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്? ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അപ്പോൾ 16 പേരുള്ള ഗ്രൂപ്പിലാണ് സംസാരിക്കുന്നത്. ശ്വേത ചേച്ചിയും കുക്കു ചേച്ചിയും എല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. ഇനി ഇതാരാണോ പുറത്തു വിട്ടത്? അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായാ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി. അയ്യോ, ഇപ്പം മനസ്സിലായോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന്? നീ പുഴുത്തേ ചാവത്തുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് ശരിക്കുമുള്ള കുറച്ച് ക്യാരക്ടർ ബേസ് ഇത് സിനിമയല്ലല്ലോ, റിയൽ ലൈഫ് അല്ലേ. നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തവും ഇല്ല. മനസ്സിലായ? എനിക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണും. അത് ഓർത്ത് നോക്കണേ. ഒരു പ്രശ്നം ഉണ്ടായാൽ ആ ആളുടെ അന്ത്യത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ ലക്ഷ്മിപ്രിയ ചേച്ചി? ചിന്തിക്കാൻ പാടുണ്ടോ? ഞാനില്ലായെങ്കിലും എന്റെ ആത്മാവെങ്കിലും കാണുമെന്ന്. അപ്പൊ അത് നമ്മൾ പോകുന്നാണോ പറഞ്ഞു വരുന്നേ? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പ്രശ്നം സോൾവ് ചെയ്താ പോരെ. എന്തായാലും പുറത്തു വന്നു, റിയാക്ട് ചെയ്തേക്കാം. നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. കണ്ട പറയുന്ന കേട്ടാ നീ പുഴുത്തേ ചാവത്തുള്ളന്ന്. പക്ഷെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളു കേട്ടോ. ഞാൻ എല്ലാം മറന്നു. നീ ആരെ ഇവിടുത്തെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കേറ്റില്ല, ഇവരെ കേറ്റില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങളെല്ലാരും ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് എയിൽ തുടങ്ങുന്ന അംഗം തൊട്ട് സിയിൽ വരുന്ന അംഗം വരെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഒരു വേർതിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതെന്നില്ല. ഞങ്ങൾ ഇപ്പൊ സംസാരിച്ച പോലെ മാന്യമായിട്ട് സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ ഈ പ്രാകാരം പോവാന്നൊക്കെ പറയുന്നത് ആ ഒരാളെ നശിച്ചു പോകണം അല്ലെങ്കിൽ ഒരാൾ മരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്, ഇല്ലാതെ ആയി പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, അതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ സൈഡ് പറഞ്ഞാണ്, നിങ്ങളുടെ സൈഡ് പറയാൻ വേണ്ടി കമന്റ് ബോക്സ് തുറന്നു വെച്ചിട്ടുണ്ട്. എന്തും പറയാം അവിടെ കേട്ടോ. എനിക്കെതിരെയും പറയാം, ഇവർക്കെതിരെയും പറയാം, നല്ലതും പറയാം, പോസിറ്റീവും പറയാം, എല്ലാം പറയാം. എല്ലാം കേൾക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡ് ആയിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം. മനസ്സിലായാ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ? ഇനിയിപ്പോ നീനാക്കുറിപ്പ് കാണിച്ചത് ഒരു മോശം പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റായിപ്പോയി കേട്ടോ. പിന്നെ ഈ മമ്മൂട്ടി മോഹൻലാൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ നേരത്തെ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ഷിഫ്റ്റ് ആയതെങ്കിൽ നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്ത് പോകണം.
ഒരു കുട്ടിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു സമയത്ത് അവസരം കൊടുക്കണം. അല്ലാതെ ആ കുട്ടിക്ക് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലുമല്ല വേണ്ടത്. അതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരാളുടെ ജീവിതം മുഴുവനും അങ്ങനെയാണെന്ന് പറയുവാണ് കേട്ടോ. ഇതിപ്പോ എവിടെ പറഞ്ഞാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവനവന്റെ നിലയും വിലയും കീപ്പ് ചെയ്ത വർത്താനം പറയാൻ വേണ്ടി അങ്ങ് വളരെ താഴരുത്. എന്നോട് മാത്രമേ പ്രശ്നമുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലർ ശത്രുക്കളായിരിക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ഉണ്ട്. നിങ്ങള് പൊഴുത്ത് നശിച്ചു പോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ നേരത്ത് കുതിര. ഇനിയിപ്പൊ നമ്മുടെ നാഗ ദേവിയുടെ ഒരു മോഡലാണ്. നീ ആരാ? നിനക്ക് എന്ത് കഴിവാ ഉള്ളേ? കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വാസത്തിലെ നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ? ഇനിയിപ്പൊ എവിടെയൊക്കെ ചെറുതായിട്ട് ഈഗോ ഹെർട്ടായോ എന്നുള്ളത്, അഭിനയമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഈഗോ ഹെർട്ടായോ എന്നുള്ള സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ചു പോവും. മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം. അപ്പൊ എല്ലാ ആൾക്കാരും ഈശ്വര ഭാഗ്യം കൊണ്ട് സിനിമയിൽ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാരൊക്കെ നല്ലവണ്ണം അഭിനയിക്കുന്നതുകൊണ്ട് സിനിമയിൽ വരാം. പക്ഷെ അൾട്ടിമേറ്റ് ദൈവാനുഗ്രഹം വേണം. പക്ഷെ നല്ല അഭിനയം വേണം. അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഓരോ സമയത്തെ ആൾക്കാരുടെ ആ ഒരു എന്താ പറയണ്ട ഒരു പ്രൈം ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നല്ല ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ സ്വയം വില കളയാതിരിക്കാന്നാണ് ഇനി അങ്ങോട്ടും നമ്മുടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പുഴുങ്ങിയത് വായിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അയ്യോ അതൊക്കെ ഭയങ്കര വർത്തമാനമല്ലേ. ഏത് നമ്മളൊരു 10-16 പേരുടെ മുമ്പേ ഇട്ട് ഒരാളെ വലിച്ചു കീറാന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്. തെറ്റുണ്ടായിരിക്കാം. അത് കുറച്ച് മാന്യമായിട്ട് പറയുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് കേൾക്കാനും കേൾക്കുന്ന ആൾക്കാർക്കും പറയുന്നത് ശരിയാണെന്നുള്ള തോന്നൽ വരും. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം. ഇതൊരു ജലസി അല്ല കേട്ടോ. ഇത് ജലസി ഒന്നും അല്ല. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം. അമ്മ ഭയങ്കര സുന്ദരിയാണ്. മനസ്സിലായ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ. അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ, നമ്മളെ കൊണ്ട് സമൂഹത്തിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം നീനാക്കുറുപ്പ് മാഡം. ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് അപ്പോ ഈ സമൂഹത്തിനോ എന്തെങ്കിലും ഉണ്ടായതായിട്ട് എനിക്കൊരു അറിവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടും കൂടെ ചിന്തിക്കണം. എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് ചിന്തിച്ചാൽ നല്ലതാ കേട്ടോ. അറിവിലില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം. അല്ല, നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച എന്ത് ക്യാരക്ടറായി ഇവിടെ ഉള്ളേ? നിങ്ങൾ പറ. നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതോ? അത് നിങ്ങളുടെ മിടുക്ക്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ മിടുക്ക്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനിയും സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തിയിട്ട് സംസാരിക്കുക കേട്ടോ. അതോടെ ഒന്ന് കേട്ട് നോക്ക്. അതൊന്നും എന്നെ സംബന്ധിച്ച് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നര വീണ നര ഇട്ട് നടക്കും, വണ്ണം വെച്ചാൽ വണ്ണം ഉള്ള പോലെ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിനെ. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമേ അല്ല നമ്മുടെ സൗന്ദര്യം ഒരു ഘടകമേ അല്ല. നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നതും നരയെല്ലാം മാറ്റുന്നതും നല്ല ഡ്രസ്സ് ഇടുന്നതും ആണ്. അതൊന്നും സൗന്ദര്യം ഒരു ഘടകമേ അല്ല, ഒരു പ്രശ്നമേ അല്ല. സൗന്ദര്യം വേണ്ടത് മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുണ്ടല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാരും അറിയാൻ. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ പൊന്നു നീനാക്കുറുപ്പേ, ഭയങ്കര ശാപം കേട്ടോ. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും? എന്നിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത് സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നു. ഇത് ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പൊക്കോട്ടെ. ഇത് ഉറപ്പായിട്ടും സ്റ്റേജ് വെച്ച് കെട്ടി പറയാൻ വേണ്ടി ചാൻസ് കിട്ടിയ ഉറപ്പായിട്ടും പറയും അല്ലേ? അതിന് സംശയമൊന്നും വേണ്ട. കരുതി ലക്ഷ്മിപ്രിയയാണ്. അതേപോലെ
ഇത് ഔട്ടായി പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നതിനകത്തൊന്ന് ഔട്ടായി നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ ഇത് ചെയ്യുന്നു, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ കാരണം രാത്രി 12:30 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരാൻ എന്താ മാഡം അവരിങ്ങനെ? അപ്പൊ പബ്ലിക്കാണ്, അവർക്ക് അമ്മയില് ഫുഡ് തരുന്നു മാത്രമേ ഉള്ളൂ. അവര് പുറത്തുള്ളവരാണ്, അത് നിങ്ങൾ മനസ്സിലാക്ക്. അവര് അങ്ങനെ ഒരുപാട് ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്ന് പറയാം. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ നമ്മളുടെ വാക്കുകളെ ഉറപ്പായിട്ടും ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് എന്നാണ്. നമുക്ക് മാന്യമായ രീതിയിൽ നമുക്ക് ആളുകളെ വിമർശിക്കാം, പക്ഷെ അവർ നശിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ മാത്രമേ നശിച്ചു പോകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അമ്മ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങളൊക്കെ എന്ത് തരാൻ വേണ്ടി സന്ദേശം? ഒന്നുമില്ല, ഒന്നും തരാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി കണ്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും സാമൂഹികമായ സന്ദേശം തരാൻ വേണ്ടി ഇരിക്കുവാണെന്നുള്ളത്? അവനവന്റെ കാര്യം നോക്കി സംഘടനയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പോകുന്നു. അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും അടുത്ത് യൂട്യൂബ് വീഡിയോയിൽ ഇട്ടാണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല. ആ കാര്യം പേടിക്കണ്ട, ഒന്ന് വന്നതാണ്, ഞാനും ഇത് തന്നെ ചെയ്യുന്നു. ഏത് നമുക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. മനസ്സിലായോ? നമ്മൾ ജോലി ചെയ്യുന്നത് പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ്. മനസ്സിലായോ? അവര് പിന്നെ ഉണ്ടാവില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം കേട്ടോ, അതൊക്കെ ചെയ്യണം. പിന്നെ ഇതൊക്കെ ആരുടെ ഭാഗത്താണ് തെറ്റും ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ ഒന്ന് സംസാരിക്കണം. ഇപ്പൊ എന്തായാലും ന്യൂസിലൊക്കെ വരും, ഇപ്പൊ നാട് മൊത്തം അറിയും. എടുത്തിട്ട് ഇത്ര സംഘടനയ്ക്ക് എന്തിനാ കൊടുക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ അതുപോലെ മറന്നുപോയി. നിങ്ങൾ എന്ത് പട്ടിഷ് നിങ്ങളുടെ കുടുംബത്തേക്ക് വലിഞ്ഞു കയറി വന്നവരായിരുന്നോ ഞങ്ങള്? നിങ്ങൾ എന്താ കിടന്ന് കാണിച്ചേ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? സ്വയം വിലയിരുത്തുക വേണമെങ്കിൽ എന്താണെങ്കിലും. അത് തന്നെ, നിങ്ങൾ എല്ലാ ആൾക്കാരും പരസ്പരം സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഏത് മസ്റ്റാണ്. എന്തൊക്കെ പറയണം പറയണ്ടെന്ന് ഉറപ്പായിട്ടും ചിന്തിക്കണം കേട്ടോ. എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഇവിടെ EC മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് മൊത്തം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് രാവിലെ ഇന്ന് കണ്ണു തുറന്നത്. അപ്പോഴാണ് എനിക്ക് ഇത് കൂടെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ശരിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ അടക്കണം, നിങ്ങളുടെ പെരുമാറ്റത്തിനെ അടക്കണം. എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും, മറ്റേ ആളുടെ കാര്യം എനിക്ക് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഈ പറയുന്ന ആള് നാവ് ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഒരു പരിധിക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്ന് നെഗറ്റീവ് അടിക്കാതെ പറയേണ്ട കാര്യം പറഞ്ഞു പോകുന്നതായിരിക്കും എപ്പോഴും ലൈഫിൽ ബെറ്റർ. അല്ലെങ്കിൽ എല്ലാം കൂടെ കയറി കുളം ആകത്തേ ഉള്ളൂ. അത് എന്റെ തികച്ചും വ്യക്തിപരമാണ്. അത് ECയിൽ ഇടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞിനോട് എനിക്ക് ഒരു ശത്രുതയില്ല. അത് കഴിഞ്ഞു, അത് പോയി. ജീവിതമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതല്ല. ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത്. നിങ്ങളൊരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. ആണോ? നിങ്ങൾ അമ്മ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നമൊക്കെ സാമൂഹിക വിപത്താണോ? അങ്ങനെ ഒരു സാമൂഹിക വിപത്തായിട്ട് നിങ്ങൾ മാറരുത് കേട്ടോ. സംഘടന പിരിച്ചുവിടും, നിർത്ത്, വേണ്ട. എന്തിനാ? നിങ്ങൾക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. നമ്മുടെ മെയിൻ നടന്മാരുടെ വിലയെങ്കിലും കളയരുത് കേട്ടോ. ശരിയല്ല, നിങ്ങൾ ശരിയല്ല. ഇതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ ഉണ്ടായിക്കോണം. അല്ല, നടപടി എടുത്തില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എനിക്കൊരു ചുക്കുമില്ല. പിന്നെ പ്രോഗ്രാംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം. അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തു വേണം? ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടിയെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് വന്ന് ചോദിക്കണം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നടന്നതല്ലേ, പല പ്രാവശ്യം നടന്നതല്ലേ പല കാര്യങ്ങൾക്കും. അപ്പൊ എന്തായാലും ഒരു കുട്ടിയെ സ്റ്റേജിൽ കയറ്റാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘടനയിൽ ആ കുട്ടിക്ക് വേറൊരു ചാൻസ് കൊടുത്താൽ പോരെ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചാൻസ് കൊടുത്താൽ പോരെ? നിങ്ങൾ എന്നെ കാണാതൊന്നും ഇരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്റെ. നിങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെയാ നന്നാക്കാൻ ശ്രമിക്കുന്ന? ആരെയാ? നിങ്ങൾ ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങളെ തന്നെ നന്നാക്കാനാണോ? ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു സ്റ്റേജിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഇപ്പോഴും ഉണ്ടല്ലോ 2.5 മണിക്കൂറുള്ള നാടകം. നിങ്ങൾ അതൊക്കെ നിങ്ങൾ തൂങ്ങിച്ചാത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി.
2.5 മണിക്കൂറിലെ നാടകം ഏത് കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കുന്ന ആളാ നിങ്ങള്? നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 2.5 മണിക്കൂറോളം നാടകം ലൈവായിട്ട് 10,000-കണക്കിന് കാണികളുടെ മുന്നില് ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിറയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതിനെക്കാളും വിറയാണ്. സ്റ്റേജിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലായ? ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ, സ്റ്റേജിൽ ഒരു സമയത്തിന് ഒരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകും. ഇന്നലെ ഒരു പാട്ട് ഇച്ചിരി സമയം എടുത്തപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മളോർക്ക് നമ്മുടെ ഹൃദയം ഇപ്പം നിന്ന് നമ്മൾ ചത്തുപോകുന്നു നമുക്ക് തോന്നും. എന്തിന്? ഒരു പാട്ട് ലേറ്റ് ആയാലോ? അത്രയ്ക്കൊന്നും പ്രഷർ ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ ആ പ്രഷർ ആ കുട്ടിക്കൂടെ കൊടുക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങളുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോഴായിരിക്കും കുട്ടിക്ക് വീണ്ടും ടെൻഷൻ ആവുന്നത്. അങ്ങനെ ഒരു പാട്ട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കയറി അങ്ങ് അത്രയ്ക്കും അതൊന്നും വേണ്ട കേട്ടോ. ഹൈ പ്രഷർ ഒന്നും വേണ്ട. ലോ പ്രഷറിലെ മീഡിയം, ഒരു മീഡിയം കീപ്പ് ചെയ്യുക. മനസ്സിലായോ? അതാണ് സ്റ്റേജുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇത്ര സമയത്തിനുള്ളിൽ ഈ കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി ഐ എം റിയലി സോറി, ഞാൻ ഈ കുട്ടീനെ വിടാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പകരത്തിനൊരു സംവിധാനം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്നോട് ചോദിച്ചോ? പറഞ്ഞോ? സ്റ്റേജിൽ കയറുമ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത്. എന്നിട്ട് എന്താ ഞങ്ങളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിശ്വോത്തര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിപ്പിച്ചത്. ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാ ചെയ്യിച്ചത്. കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളായിട്ടുള്ളൂ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏതൊരു വീഡിയോ കണ്ടു കേട്ടോ. ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയും വേറെ 2 പേരൊക്കെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, പിന്നെ അതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്ക്. നിങ്ങൾ കണ്ടായിരുന്നോ? ചിത്ര ആന്റി ആ അമ്മയെ സ്റ്റേജിൽ കയറ്റാൻ എനിക്ക് പറ്റി. മുട്ട് സർജറി 2 മുട്ട് മാറ്റി വെച്ച ദീപിക ആന്റി, 80 വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ, 68 വയസ്സായ ശിവൻ, ഇവരെയൊക്കെ കൊണ്ടുവരാൻ എനിക്ക് പറ്റി. 1.25 ദിവസം കൊണ്ടാണ് ഞങ്ങളത് പഠിച്ചത്. മനസ്സിലായ? സ്റ്റേജിൽ കയറിയപ്പോ അവരെ അനുഭവിച്ചൊരു ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എനിക്ക്. അതൊക്കെ ഈ പറയുന്ന പോലെ അവർക്ക് വലിയ പ്രഷറും കാര്യവും കൊടുക്കാതെ അവരെ കൊണ്ടുവന്നിട്ട് ഈ സംഭവം നടത്തിയെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ലതാണ് നല്ലതെന്ന് പറയണം, അത് ഞാൻ പറയും. അനുഗ്രഹമായിട്ട് വരുന്നത് ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നത്. ആ മനസ്സ് നിറഞ്ഞു തന്നെ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യാം. ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും. ഒന്ന് നല്ലത് ചെയ്യുമ്പോ പിന്നെ ശപിക്കുവാണോ? ഇതിപ്പോ എന്ത് വന്നാലും ശാപമാണല്ലോ. അങ്ങനെ ചെയ്യരുത് കേട്ടോ, ശപിക്കരുത്. അവര് ഒരു തെറ്റ് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തർക്കിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർ വേ ഓഫ് രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ അങ്ങ് ശപിക്കരുത്. കേൾക്കുന്ന ആൾക്കാർക്ക് കൂടെ മോശമായിട്ട് തോന്നും. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനും വെറുപ്പാണ്. വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പുരുഷന്മാരോടും വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകലതിനോടും വെറുപ്പാണ്, പുച്ഛമാണ്. നിങ്ങളുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളത്. നിന്നെക്കുറിപ്പ് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കണം, കാര്യങ്ങൾ പറയണം. അങ്ങനെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഇനി അമ്മ എന്നുള്ള സംഘടന പൊളിച്ചടുക്കി എഴുതി വീണ്ടും ഉണ്ടാക്കണം. എന്തായാലും ഈ രീതിക്ക് പോവാണെങ്കിൽ നടക്കും. സാധനമുണ്ട് വിവേക ബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാ നിൽക്കുന്നത്, ഏത് സദസ്സിലാ നിൽക്കുന്നത് എന്ന്. നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് ചെറ്റത്തരായിപ്പോയി, തെമ്മാടിത്തരായിപ്പോയി കേട്ടോ.